ഒരു കുട്ടിയായിരുന്ന തോമസ് ആൽവ എഡിസൺ അന്ന് സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തിയത് ഭദ്രമായി മുദ്രവെച്ച ഒരു കവറുമായാണ്. അത് തൻ്റെ മാതാവിനെ ഏൽപ്പിച്ചിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞു, അമ്മേ, ഇതെന്റെ അധ്യാപകൻ തന്നുവിട്ട കത്താണ്. ഇത് മറ്റാർക്കും നൽകാതെ അമ്മയെ തന്നെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കത്ത് തുറന്ന് നിശബ്ദമായി വായിച്ച അമ്മ അതിലെ വരികൾ തന്റെ മകനെ ഇങ്ങനെ വായിച്ചു കേൾപ്പിച്ചു. നിങ്ങളുടെ മകൻ ഒരു വലിയ പ്രതിഭാശാലിയാണ്. അവനെ പഠിപ്പിക്കുവാൻ ഈ സ്കൂളോ ഇവിടുത്തെ അധ്യാപകരോ ഇവിടെയുള്ള സംവിധാനങ്ങളോ പര്യാപ്തമല്ല. അതുകൊണ്ട് ദയവായി നിങ്ങൾ തന്നെ അവന്റെ വിദ്യാഭ്യാസം ഏറ്റെടുത്താലും. അമ്മയുടെ ശിക്ഷണത്തിൽ വളർന്ന എഡിസൺ പിൽക്കാലത്ത് ലോകമറിയുന്ന ശാസ്ത്രജ്ഞനായി മാറി. ഒരിക്കൽ തന്റെ മാതാവിന്റെ പഴയ പെട്ടിയിൽ നിന്നും ആ കത്ത് വീണ്ടെടുത്ത് വായിച്ച എഡിസന്റെ കണ്ണുകൾ നിറഞ്ഞു. അതിലെഴുതിയിരുന്നത് ഇപ്രകാരമാണ്: നിങ്ങളുടെ മകൻ പഠന വൈകല്യമുള്ള ഒരു കുട്ടിയാണ്. അവനെ പഠിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. അതുകൊണ്ട് ദയവായി മറ്റേതെങ്കിലും സ്കൂളിലേക്ക് അവനെ മാറ്റിയാലും. ഒരു വിദ്യാലയം പഠന വൈകല്യമുള്ളവനെന്ന് ആരോപിച്ച് പുറത്താക്കിയവന്റെ പാഠങ്ങളാണ് ഇന്ന് ലോകത്തിലെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അതിന് മുഖാന്തരമായി തീർന്നത് ഒരമ്മയുടെ സ്നേഹവും തന്റെ മകന്റെ ഭാവിയെക്കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവുമാണ് എന്ന് നാം ഓർക്കണം. നമ്മുടെ വാക്കുകൾക്ക് ലോകത്തിന്റെ ഗതിയെ തന്നെ നിർണ്ണയിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നാം തിരിച്ചറിയണം. ലോകത്തെ സ്വാധീനിച്ച എഡിസനെ പോലെയുള്ള അനേക വ്യക്തികൾക്ക് ജന്മം നൽകുവാൻ ഒരുപക്ഷെ നമ്മുടെ പ്രോത്സാഹനജനകമായ വാക്കുകൾക്ക് സാധിച്ചേക്കും. ശുഭദിനം.